ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. സംഘപരിവാർ പ്രവർത്തകരെ ഒരു സന്തോഷ വാർത്തയുണ്ട്. നമുക്ക് 13 പേരുടെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധ പ്രകടനം നടത്തണം. കാരണം മദ്രസകളിലേക്കും പള്ളികളിലേക്കും റാലി നടത്തി പരിചയമുള്ള നിങ്ങൾ ഈ വിഷയത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്തണം. അതെ, നിങ്ങൾക്ക് രാജ്യദ്രോഹികളോട് വെറുപ്പാണല്ലോ, ഭീകരവാദികളോട് അറുപ്പാണല്ലോ, തീവ്രവാദികളെ കണ്ടാൽ നിങ്ങൾക്ക് സഹിക്കുന്നില്ലല്ലോ. ഞങ്ങൾക്കും അത് തന്നെയാണ്. പക്ഷെ നിങ്ങൾ നാടകവും ഞങ്ങൾ റിയാലിറ്റിയുമാണ്. അതുമാത്രമാണ് വ്യത്യാസമുള്ളത്. എന്തായാലും നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത. 13 രാജ്യദ്രോഹികളെ കയ്യോടെ എൻഐഎ പൊക്കിയെടുത്തിരിക്കുന്നു. 13 രാജ്യദ്രോഹികൾ എന്ന് പറയുമ്പോൾ 13 പേരും മുസ്ലിങ്ങളല്ല. അത് പ്രത്യേകമായി നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. 13 പേരും രാജ്യത്തെ സൈനികരാണ്. 13 പേരും നാവികസേനയിലെ അംഗങ്ങളാണ്. 13 പേരും ഈ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പ് വരുത്തുമെന്ന് പറഞ്ഞ നമ്മുടെ രാജ്യത്തെ സൈന്യത്തിൽ ചേർന്നവരാണ്. ഈ 13 പേരെയാണ് പാക് ചാര സംഘടനയായിട്ടുള്ള ISIക്ക് ഇന്ത്യയുടെ നിർണായക വിവരങ്ങൾ നൽകി എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ NIA പിടികൂടിയിരിക്കുന്നത്. ദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നില്ല. BJPയുടെ പ്രമുഖ നേതാക്കൾ ഒരക്ഷരം മിണ്ടുന്നില്ല. നരേന്ദ്രമോദിയോ അമിത്ഷയോ വസ്ത്രം നോക്കിയിട്ട് അവരാണ് തീവ്രവാദികൾ എന്ന് പറയുന്നില്ല. ഒരക്ഷരം ആരും മിണ്ടുന്നില്ല. കാരണം 13 പേരും നാവികസേന അംഗങ്ങളാണ്. 13 പേരിൽ ഒരാൾ പോലും മുസ്ലിം ഇല്ല എന്നുള്ളതാണ് റിപ്പോർട്ട്. 13 പേരും രാജ്യത്തിന് പണിയെടുക്കുന്ന സൈനികരാണ്. പുൽവാമ ഭീകരാക്രമണം എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നമ്മുടെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്ന സൈനികർ ഇനിയും ഉണ്ടാവില്ലേ? എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കോ വേണ്ടിയിട്ട് അവർ പണിയെടുക്കുകയാണ്. ഈ 13 സൈനികരെ പിടിച്ച വിവരം ഇന്നലെ രാത്രി മുതൽ പുറത്തു വന്നിട്ട് പോലും ആരെങ്കിലും ഒന്ന് സംസാരിച്ചോ? ആരെങ്കിലും ഇവരുടെ വീട്ടിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചോ? നാവികസേന ആസ്ഥാനത്തേക്ക് ഒരു പ്രക്ഷോഭ പരിപാടി സംഘടിപ്പിക്കാൻ BJP തയ്യാറാകുമോ? ഇല്ല. ഇവർക്ക് രാജ്യദ്രോഹികളായി വേണ്ടത്, ഇവർക്ക് തീവ്രവാദികളായി വേണ്ടത്, ഭീകരവാദികളായി വേണ്ടത് മുസ്ലിങ്ങളെയാണ്. അത് മറ്റു മതസ്ഥരായാൽ ഇവർക്ക് വേണ്ട. അവർ ഓക്കെ, അവരെ വിട്ടുകൊടുത്തേക്കാം. മുസ്ലിങ്ങളാണോ പാകിസ്ഥാന് വേണ്ടിയിട്ട് സിന്ദാബാദ് വിളിച്ചത്? മുസ്ലിങ്ങളാണോ തീവ്രവാദികൾക്ക് വിവരം നൽകിയത്? മുസ്ലിങ്ങളാണോ പാകിസ്ഥാനെ സഹായിച്ചത്? എങ്കിൽ ഓക്കെ, നമുക്കൊരു സമര പരിപാടി ചെയ്യാം. 1 വർഷം വരെ അത് നീണ്ടുപോകും. മറ്റുള്ളവരാണെങ്കിൽ, മറ്റു മതസ്ഥരാണെങ്കിൽ, സൈനികരാണെങ്കിൽ ഇവർക്ക് പ്രശ്നമില്ല. ഇവരൊരു തരത്തിലും രാജ്യത്ത് ഒരു പ്രതിഷേധ പരിപാടിയും സംഘടിപ്പിക്കില്ല. വളരെ ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നാവികസേനയിലെ 13 പേർ നമ്മുടെ രാജ്യത്തിൻ്റെ നിർണായക വിവരങ്ങൾ പാക് ചാര സംഘടനയ്ക്ക് നൽകുന്നു എന്നുള്ളതാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നു? ഇങ്ങനെ എത്രയെത്ര വിവരങ്ങൾ നൽകിയിട്ടുണ്ടാകും നമ്മുടെ രാജ്യത്തെക്കുറിച്ചിട്ട്? പലയിടങ്ങളിലും ഭീകരാക്രമണങ്ങളും മറ്റുള്ള സ്ഫോടനങ്ങളും നടക്കുന്നത് ഇതുപോലെയുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കില്ലേ? ഇതല്ലേ നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടത്? ഇതല്ലേ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യേണ്ടത്? ഈ 13 പേർ എങ്ങനെ പാകിസ്ഥാൻ ചാരന്മാരുടെ കൈകളിലായി? രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രതിജ്ഞ ചൊല്ലിയിട്ട്, രാജ്യത്തിന് വേണ്ടിയിട്ട് എഴുതിക്കൊടുത്ത് ഒപ്പിട്ട്, താൻ ഇനിയൊക്കെ രാജ്യത്തിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞ് നാവികസേനയിൽ കയറിയ ആളുകൾ എങ്ങനെ നമ്മുടെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നു? ആ ചോദ്യം അവിടെ പ്രസക്തമാണ്. ആർക്കെങ്കിലും വേണ്ടി ഇവർ വേലപ്പണി ചെയ്യുകയാണോ? വളരെ വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം, പ്രതിഷേധിക്കണം സുഹൃത്തുക്കളെ, ഈ 13 പേർക്കെതിരെയും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.